എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കുറേ ആയിട്ടുണ്ട് കേട്ടോ ലോങ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തേത് ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടിനെ കാണാൻ പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കുറേ ആയിട്ട് മീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മളിന്ന് മീറ്റ്. അപ്പോൾ ഞാൻ ബസ്സിലാണെങ്കിൽ അങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഗസ്നി. കണ്ടുപിട്ടിരിക്കുന്നു. എന്തൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് പ്രത്യേകത ഗസ്നി പറഞ്ഞു കൊടുക്കും. നിന്റെ ബർത്ത്ഡേ എത്ര വയസ്സായി? 22 വയസ്സായി. ഫ്രണ്ടാണ് പറഞ്ഞിട്ട് എന്താ കാര്യം എനിക്കറിയില്ല. ഇത് സ്റ്റാറ്റസ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. നമ്മൾ റാൻഡായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തപ്പോൾ ഉണ്ടായതാട്ടോ. അത് കുറേ ആയില്ലേ കണ്ടിട്ട്, ഒന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങിയതായിരുന്നു കേട്ടോ. ഒരു സാറ്റർഡേ ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പം അന്നാണെങ്കിലോ ഓളെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ബസ്സിലെത്തിയിട്ട് ഇങ്ങനെ ഫോണിൽ നോക്കിയപ്പോഴാട്ടോ പറഞ്ഞത് ആരോ സ്റ്റാറ്റസ് എന്തോ കണ്ടപ്പോൾ അങ്ങനെ പിന്നെ ഏതായാലും നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗിഫ്റ്റ് ഒന്നും വാങ്ങണ്ട, ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യാന്നുള്ളൊരു രീതിയിലായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചത്. അങ്ങനെ പിന്നെ കുറേ സംസാരിച്ച് കഴിയണില്ലായിരുന്നു. ഒരുപാട് കാലത്തുണ്ടായിരുന്നല്ലോ, ഒരു 8 മന്തൊക്കെ ആയിട്ടുണ്ട് നമ്മൾ കണ്ടിട്ട് തന്നെ. അപ്പോൾ അത്രയും ദിവസത്തെ സംസാരിക്കാമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഷോപ്പിങ്ങിന് എന്ന് പറഞ്ഞാൽ വെറുതെ അതിലങ്ങനെ ഡ്രസ്സൊക്കെ നോക്കി ഇങ്ങനെ നടക്കാം കേട്ടോ. നമ്മൾ ഡ്രസ്സ് എടുക്കാനൊന്നും വിചാരിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ കുറേ നേരം അവിടെ ചുറ്റിക്ക് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ മിറർ സെൽഫി നിർബന്ധമാണല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്തു. പിന്നെ കുറേ നല്ല ആക്സസറീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ബാഗിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി ഇവിടുന്ന് പോവാം, വേറെ എങ്ങോട്ടെങ്കിലും പോവാം, ലൈക്ക് കഫേയിൽ എന്തെങ്കിലും പോവാന്നിങ്ങനെ പ്ലാൻ ആയിരുന്നു കേട്ടോ. സോ അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ നമ്മൾ. അത് കഴിഞ്ഞ് പിന്നെ ഓട്ടോ പിടിച്ചിട്ട് വേണം എങ്ങോട്ടാണെങ്കിലും പോവാൻ. അങ്ങനെ പിന്നെ അവിടെ നേരെ ഇറങ്ങിയിട്ട് നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോയിൽ തുറക്കിലൊരു കഫേ ഉണ്ടായിരുന്നു, ബ്രൗൺ ബീൻസ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ഞാനും മൂസിനും ഇങ്ങോട്ട് 2 പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ആകുമ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല, ആൾക്കാർ ഭയങ്കര കുറവായിരിക്കും. അപ്പം നമുക്ക് കാമായിട്ട് ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ നമ്മൾ നേരെ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കേക്ക് വാങ്ങാമെന്ന് ഫസ്റ്റ് വിചാരിച്ചത്. ബട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പേസ്ട്രി അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ പീസായിട്ടുള്ളത് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയാൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ. അങ്ങനെ പിന്നെ നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാളത് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഒരു ചോക്ലേറ്റിൻ്റെതാട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ 22 എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കൊന്നും വേണ്ട, കേക്കൊന്നും മുറിക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ നിർബന്ധിച്ച് കൊടുന്നായിരുന്നു. ഒരു രസമില്ലേ, ഇതൊക്കെ ഒരു മെമ്മറി ആയി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗിഫ്റ്റ് എന്തായാലും വാങ്ങിക്കാൻ വിചാരിച്ചിട്ടില്ല, ജസ്റ്റ് കേക്ക് മുറിക്കാന്നുള്ള പ്ലാൻ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ കേക്കൊക്കെ വന്നിട്ട് അത് കട്ട് ചെയ്തു. കേക്ക് എല്ലാ പേസ്റ്റ് വന്നിട്ട് അതൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഓൾ ഫസ്റ്റ് എനിക്ക് തരുമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഈ കഴിക്ക് ഫസ്റ്റ്, ഈ കഴിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓളെ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ പിന്നെ പേസ്റ്റൊക്കെ കട്ട് ചെയ്തിട്ട് ഓൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സംഭവം ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. നമ്മൾ കഴിച്ചാൽ അങ്ങ് മെൽറ്റായി പോകുന്ന രീതിയിലുള്ള അങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ അത്. അപ്പം ഞാനോട് കഴിക്കണതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചോദിക്കണ്ടേ എങ്ങനെ രസമുണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് കുറേ നേരം സംസാരിച്ചുകൊണ്ട് ഈ പേസ്റ്റ് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ഓൾക്കും ചോക്ലേറ്റ് വലിയ ഇഷ്ടമൊന്നുമില്ല, എനിക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയ പീസ് വാങ്ങിയതുകൊണ്ട് നമുക്ക് കഴിക്കാനേ ഈസി ആയിരുന്നു. അങ്ങനെ പിന്നെ ഞാനും കഴിച്ചു. എൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ, കുഴപ്പമില്ല രസമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മളിത് കഴിക്കണു, കുറേ സംസാരിക്കുന്നു, വർത്താനൊക്കെ പറയുന്നു. നമുക്ക് ശരിക്കും അവിടുന്ന് പോകുന്നിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ നമ്മളെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പരിപാടി പ്ലാൻ ചെയ്യേണ്ടത് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോകണമല്ലോ, ഓല് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം എന്തൊക്കെയോ പണ്ടത്തെ കാര്യങ്ങൾ മുതൽ ഇങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ. നമ്മൾ +2 ഒരുമിച്ചായിരുന്നു പഠിച്ചത്, +1 +2. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ACCAയും ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. കറൻ്റ്ലി നമ്മൾ ACCA ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. നമുക്ക് രണ്ടാൾക്കും പഴയ കാലം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ അന്നൊക്കെ ഭയങ്കര രസമായിരുന്നു അങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവള് ക്യാമറ ഷൈ ആണ് കേട്ടോ. അങ്ങനെ വല്ലാതെ ക്യാമറയെ നോക്കിയാനോ അവർ സംസാരിക്കാനോ അങ്ങനെ അല്ല. ഓള് അത്യാവശ്യം ഇൻട്രോവേർട്ട് ആണ്. ക്ലോസ് കഴിച്ചിട്ട് നമ്മൾ ബില്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഓട്ടോ പിടിച്ചിട്ട് വേണം ബസ് സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ട് പോകാൻ, മഞ്ചേരി ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ATMൽ ഇറങ്ങാണ്ടായിരുന്നു. ഗസ്നിക്ക് എന്തോ ക്യാഷ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ATMലൊക്കെ കയറിയിട്ട് നേരെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബസ് കിട്ടിയാൽ മതി ഇതിങ്ങനെ പറയായിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് ബസ്സൊക്കെ കിട്ടി. രണ്ടാളും പോകുന്ന റൂട്ട് സെയിം ആണ്. ഓളവിടെ ഉള്ള സ്കൂട്ടി വെച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഓൾ സ്കൂട്ടിയിൽ കയറി പോകുന്നതാണ് പറഞ്ഞത്. ഞാൻ അതിൻ്റെ ഇടയിൽ സ്റ്റോപ്പിൽ ഇറങ്ങും ചെയ്യും. അങ്ങനെ പിന്നെ ഇന്നത്തെ പരിപാടികൾ അത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ കുറേ സംസാരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കുട്ടി വ്ളോഗായിരിക്കും കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ മെയിനായിട്ട് സംസാരിക്കാൻ പോയതാണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.